ദേ ഇന്നൊരു സ്നാക്സ് ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് അവലോസ് ഉണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അരി ഉണ്ടയില്ലേ, അരി മറ്റേ റേഷൻ അരിയില്ലേ, അത് കഴുകി ഉണക്കിയിട്ടാണ് ഞാൻ ഈ അരി ഉണ്ട ഉണ്ടാക്കുന്നത്. വെളുത്ത അരിയല്ല കേട്ടോ, നമ്മുടെ ചുവന്ന അരിയില്ലേ, ആ അരി നന്നായിട്ട് തന്നെ കഴുകണം. ചുവന്ന അരി കഴുകി വരുമ്പോഴേ വെള്ള കളറാവും, അതാണ് റേഷൻ അരിയുടെ മാജിക്ക്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അതിൻ്റെ താവലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി 3-4 പ്രാവശ്യത്തോളം കഴുകണം കേട്ടോ. കഴുകി കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും. എന്നിട്ട് അതൊന്ന് വാറ്റേ വെക്കണുണ്ട്, എന്താ വെള്ളം പോകാൻ വേണ്ടി ഒന്ന് വാറ്റേ വെക്കണുണ്ട്. വാറ്റേ വെച്ച് അതിൽ നിന്നും നന്നായിട്ട് തന്നെ വെള്ളം പോയി കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ഞാൻ ഉണക്കിയെടുക്കുന്നുണ്ട്. നേരെ ചട്ടിയിലോട്ടല്ല ഇട്ട് വറുക്കുന്നത്. ഒരു 10 മണി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലേ നല്ല വെയിലായിരിക്കുള്ളൂ. ആരും പുറത്തോട്ടൊന്നും ഇറങ്ങൂല കേട്ടോ. ആ സ്റ്റെപ്പുമ്പോൾ ഒന്നും ചവിട്ടാനേ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് തന്നെ അരിയൊക്കെ പൊട്ടി വരില്ലേ, അരി വറുക്കത്തില്ലേ, അതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് അരിയെല്ലാം പൊട്ടി വരണം. അപ്പോൾ ആ അരി ഇട്ട സമയത്ത് ഞാൻ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടാണ് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഏലക്കായയും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ എന്നിട്ട് ഇത് മിക്സിയിൽ ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഞാനിത് എല്ലാവരും പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റണേണ്ട ചെയ്യണത്. ചൂടാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കാം. അത് പൊടിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഞാനിതൊരു 1/4 കിലോ ശർക്കര ഉരുക്കി വെച്ചതാണ് കേട്ടോ. കറുത്ത ശർക്കര ആയിരുന്നു കേട്ടോ. അത് അരിച്ച് പാനിലോട്ട് ഞാൻ ചൂടാക്കാനായിട്ട് ഇതുണ്ടാക്കുന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കാളും ഇത് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഒരു തേങ്ങയോളം നമുക്കിത് ചിരണ്ടിയത് വേണം കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചപ്പോൾ ഒരു മുറി എനിക്ക് നല്ലോണം കിട്ടിയുള്ളൂ. ഒരു മുറി കുഞ്ഞു തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഒരു മുറി ഞാൻ ചിരണ്ടിയും ഒരു മുറിയോളം മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത് കുഞ്ഞു തേങ്ങയായിരുന്നു കേട്ടോ. ഇങ്ങനെ വിളഞ്ഞ് വരത്തില്ലേ, വിളഞ്ഞ് വരുമ്പോൾ വിളഞ്ഞ് വന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് ടൈറ്റായിട്ട് പോകരുത് കേട്ടോ. എന്നിട്ട് ആ പൊടിച്ച പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏലക്കായുടെയൊക്കെ ചുവയുള്ള കാരണം വേറെ ഏലക്കായുടെ പൊടി ഒന്നും ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് പൊടിയിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്കൊന്ന് ഉണ്ട പിടിക്കണം. ആ ഒരു കണക്കിന് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. 3/4 നാഴി അരിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. അതിൽ ഒരു 3-4 സ്പൂണോളം, വെറുതെ ചെറിയൊരു സ്പൂണോളം ഞാൻ വറുത്ത അരിപ്പൊടി പൊടിയില്ലേ, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഞാനൊന്ന് മാറ്റി വെച്ചേക്കണേ. ആ പൊടിയാണ് അത് ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി തന്നെ ഇതിങ്ങനെ പിടിക്കണം കേട്ടോ. നല്ല ചൂടത്ത് ആദ്യം തന്നെ പിടിക്കണത് തന്നെ നല്ല ടൈറ്റിൽ തന്നെ പിടിക്കണേ. കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. അവലോസ് ഉണ്ടയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടാവുമ്പോൾ ചുമന്ന് വരില്ലേ, അത് തന്നെ സംഭവം. ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ അത് മാറിക്കോളും. പക്ഷെ നമുക്കത് ചൂടോടുകൂടി തന്നെ പിടിക്കാമെന്നുള്ളത് കൊണ്ട് അത് ഇത്തിരി പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, കൈ ഇങ്ങനെ ചൂടാവും, അത്രേ ഉള്ളൂ. ഒരുപാട് ഞാനിത് ഉണ്ടാക്കാറില്ല. ഒരു കൂടി വന്നാൽ ഒരു 30 എണ്ണത്തിൽ താഴെ അത്രേ ഉണ്ടാക്കാറുള്ളൂ. ഏകദേശം ഈ ഒരു മെഷർമെൻറ്റിനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10, 25, 30 അത്രേ ഉണ്ടാവും. അത് ഓരോ വലിപ്പം ഓരോ പ്രാവശ്യം പിടിക്കണ പോലെ ഇരിക്കും. ആദ്യമൊക്കെ ഉണ്ടാക്കിയത് ചെറുതാണ്. പിന്നെ ഇപ്പം ഉണ്ടാക്കി വന്നതൊക്കെ ഒരുമാതിരി ഒരിത്തിരി വലുതായിട്ടാണ് വന്നത്. ആ ചൂട് കാരണം ഉണ്ട് കൈ നല്ലോണം പൊള്ളണുണ്ടേ. 3/4 നാഴി റേഷൻ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 1/4 കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് ഈ ഒരു കൂട്ടിന് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് പൊടി ഞാൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ഇതിന് വേണ്ടിയാണേ. ജസ്റ്റ് അതുമേലൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ കുറച്ചൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു പൊടി അതിൻ്റെ മീതയിൽ കിട്ടാൻ വേണ്ടി ഇത്രത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആദ്യം ചെറുതൊക്കെ കാണുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ് കൈ പൊള്ളിയ സമയത്ത്. പിന്നെ കുഴപ്പമില്ലാണ്ട് എനിക്ക് വേഗം സൈഡിൽ നിന്ന് എടുത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത്. നിങ്ങൾ വെക്കണത് ഇങ്ങനെയാണ്. ഈ അരി ഉണ്ടയൊക്കെ വെച്ചിട്ടുണ്ടോ? അരി ഉണ്ട ആ ഉണ്ടയുടെയൊക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഞാൻ എയർടൈറ്റായിട്ടുള്ള പാത്രത്തിലിട്ട് വെക്കും. അത് 2-3 ദിവസത്തിനുള്ളിൽ അത് തീരും. ഇതൊരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് പറ്റിയ ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ രീതിക്കാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.